ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നെയ്പത്തലിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നെയ്പത്തലിനെ കുറിച്ച് അറിയാത്തവരായിട്ട് അധികം ആരും ഉണ്ടാവില്ല അല്ലേ. എന്തായാലും നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ ഞാൻ ഇന്നിവിടെ പുട്ടുപൊടി വെച്ചിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മൾ അരിയൊക്കെ കുതിർത്തി അരച്ചിട്ടൊക്കെ ഇത് ഉണ്ടാക്കും. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് വെള്ളമാണ് കേട്ടോ. നല്ല തിളച്ച വെള്ളം വേണം. ഇപ്പോൾ 1.5 കപ്പോളം വെള്ളം എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പുട്ടുപൊടി ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വെള്ളം അധികം വേണ്ടി വരും. അപ്പോൾ ഞാനിവിടെ ആദ്യം 1 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നോക്കിയിട്ടാണ് കേട്ടോ പിന്നെ 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തത്. ഇതുപോലെ ആയിട്ട് കിട്ടണം മാവ്. ഇതൊന്ന് ചൂടാറി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 5-10 മിനിറ്റ് ഞാനൊന്ന് മൂടി വയ്ക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ടൊന്ന് ഒതുക്കിയെടുക്കാനുണ്ട്. അപ്പോൾ 1 മുറി തേങ്ങോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം 1 കപ്പോളം വരും. ഇനി അതിലേക്ക് 1 സ്പൂൺ ജീരകവും പിന്നെ 1 ചുവന്നുള്ളി കേട്ടോ, അതായത് നമ്മുടെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് മുറിച്ചിട്ടിട്ടുണ്ട്. ഇതിൽ വലിയ ജീരകം ചേർക്കുന്നവരുണ്ടാവും കേട്ടോ. എനിക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. ഇതൊന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മാവിലേക്ക് ഈ തേങ്ങ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. കൈവച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് മാവ് നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം. ഇനി ഇത് ഓരോ ഉരുളകളാക്കിയിട്ട് ഞാനിങ്ങനെ മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ മാവ് കൊണ്ട് ഇത്രയും ഉരുളകൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് ഒരു കവറാണ് കേട്ടോ വെക്കുന്നത്. ഇനി ഓരോന്നിങ്ങനെ വെച്ചിട്ട് കവർ അതിൻ്റെ മുകളിലോട്ട് വെച്ച് ഇതുപോലെ ഒരു പ്ലേറ്റ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. കനം കുറയാൻ പാടില്ല, ഒരുപാട് അത്യാവശ്യം കനം വേണം. ഇനി നമ്മുടെ എണ്ണ നല്ല പോലെ തിളച്ച് വരുന്ന സമയത്ത് ഇത് ഓരോന്നും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പൊരിച്ചെടുക്കുക കേട്ടോ. എണ്ണ അത്യാവശ്യം നല്ല ചൂടായിട്ടുണ്ടായിരിക്കണം. കണ്ടില്ലേ, ഇപ്പം നല്ല ഫ്ലഫി ആയിട്ട് വരുന്നുണ്ട്. ഇതുപോലെ നമുക്ക് ഓരോന്നും ഇതുപോലെ പൊരിച്ചെടുക്കാം കേട്ടോ. ഈ സ്നാക്ക് ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും അധികം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ. കാരണം നമുക്കിത് വെറുതെയും കഴിക്കാൻ പറ്റും കേട്ടോ. കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് അടിപൊളിയാണിത്. അല്ലാതെ ചിക്കനോ അല്ലെങ്കിൽ ബീഫോ ഒക്കെ കറിയുടെ കൂടെ കഴിക്കാൻ പറ്റും. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കിടിലൻ ഐറ്റം തന്നെയാണ് കേട്ടോ ഇത്. സാധാരണ അരിയൊക്കെ കുതിർത്തി അരയ്ക്കുന്ന സമയം ഒന്നും വേണ്ട. പുട്ടുപൊടി കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കണ്ടില്ലേ, ഇത്രയും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളിയാണ് ഐറ്റം തന്നെയാണിത്. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കറിയൊന്നും വേണമെന്നില്ല കഴിക്കാനായിട്ട്. അതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞ് കൈ കണ്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിലൂടെ കാണും വരെ ബൈ.